ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡയമെൻഷൻ അനാലിസിസിനെ പറ്റിയാണ്. ഡയമെൻഷൻ അനാലിസിസ് എന്താണെന്നും അതിൻ്റെ യൂസ് എന്താണെന്നും ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലവും ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഡയമെൻഷൻ എന്ന് നോക്കാം. നമ്മൾ ഏതൊരു ക്വാണ്ടിറ്റി എടുത്താലും, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിക്കോട്ടെ, വെലോസിറ്റി ആയിക്കോട്ടെ, ആക്സിലറേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നിന്നാണെന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള കാര്യം നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ നമുക്ക് ഏതൊരു ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന കാര്യം, മാസ്, ടൈം, അതുപോലുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചു. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയെയും നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ എഴുതുന്ന രീതിയാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓരോ ക്വാണ്ടിറ്റിയും എത്ര തവണ വരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പവറായിട്ടൊക്കെ എഴുതും. സോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഹൗ എ ക്വാണ്ടിറ്റി ഈസ് റിലേറ്റഡ് ടു ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് കാണിക്കുന്ന ഒന്നാണ് ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത്. 7 പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കറിയാമല്ലോ. അതിൽ മാസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എം ഉപയോഗിച്ചാണ്. ടൈമിനെ നമ്മൾ ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ ഉപയോഗിക്കുന്നത് ടി ആയിട്ടാണ്. ലെങ്തിനെ എൽ ആയിട്ടും, ഇലക്ട്രിക് കറണ്ടിനെ ഐ ആയിട്ടും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മോളായിട്ടും, ടെമ്പറേച്ചറിനെ കെ ആയിട്ടും, ലൂമിനസ് ഇൻറ്റൻസിറ്റിയെ കാൻഡല സി ഡി ആയിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡയമെൻഷൻ അനാലിസിസിൽ എഴുതും. നമ്മൾ എഴുതുന്ന ക്വാണ്ടിറ്റിക്ക് ചുറ്റും നമ്മൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടെ കൊടുക്കും. അപ്പോൾ ഇതെന്തിനെ കാണിക്കും, ഡയമെൻഷണൽ ക്വാണ്ടിറ്റിയാണ്, ഡയമെൻഷണൽ ഫോർമുലയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല, ഓക്കെ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഓക്കെ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒന്നാണ് എന്ത്, ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, എല്ലാം. കാരണം നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ലെങ്ത് മാത്രം വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ വെലോസിറ്റി എന്ന് നമ്മൾ പറയാം, വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല എന്താണ്, അതിനാദ്യം നമ്മൾ വെലോസിറ്റിയുടെ ഫോർമുല എഴുതണം. വെലോസിറ്റിയുടെ ഫോർമുല എന്താ, അത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്, അപ്പോൾ അവിടുത്തെ എന്താണ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ബൈ ടി എന്ന് വെച്ചാൽ ടൈമാണ്, ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്, ക്യാപിറ്റൽ ടി ആണ് അല്ലേ. അപ്പോൾ ഈ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ വരും, എൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു തവണ, ഓക്കെ, ടി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇവിടെ എന്ത് ചെയ്യും, -1 എന്ന് നമ്മൾ എഴുതും. അതായത് ഡിനോമിനേറ്ററിൽ വരുന്നത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ നമ്മൾ -1 എന്ന് എഴുതുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ആക്സിലറേഷൻ, നമുക്കറിയാം ആക്സിലറേഷൻ്റെ ഫോർമുല എന്തുവാണ്, അത് വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റി ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എന്താണത്, എൽ ടി റൈസ് ടു -1, ഓക്കെ, ഡിവൈഡ് ബൈ വീണ്ടും ഒരു ടൈം വന്നു, അപ്പോൾ എന്ത് വരും, ഒരു ടിയും കൂടെ വരും. ഈ ടി മുകളിലോട്ട് പോയാൽ എന്ത് വരും, എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടി റൈസ് ടു -1. ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും, എൽ ടി റൈസ് ടു -2 എന്ന് വരും. ഇതാണ് എന്ത്, ആക്സിലറേഷൻ ഡയമെൻഷൻ ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊരു ക്വാണ്ടിറ്റി, ലെങ്ത് എന്നൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. വെലോസിറ്റിയിൽ ലെങ്തും ടൈമും നമുക്ക് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ലെങ്തും വരുന്നുണ്ട്, ടൈമും വരുന്നുണ്ട് അല്ലേ. ലെങ്തും വരുന്നുണ്ട്, എന്താണ്, ടൈമും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 ക്വാണ്ടിറ്റികളായിട്ട് വരുന്നുണ്ട്. ആക്സിലറേഷൻ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ലെങ്തും ടൈം 2 തവണയും ഡിനോമിനേറ്ററിൽ വരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബേസിക് കാര്യം നമുക്ക് ഡയമെൻഷൻ ഫോർമുല ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിന് ഒരുപാട് യൂസും ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ക്വാണ്ടിറ്റീസും അവരുടെ ഡയമെൻഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നൊന്ന് പഠിച്ചു വെക്കണം, അത്യാവശ്യമാണ്. ആദ്യം വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ, സിമ്പിൾ എസ് ആണ്, ഫോർമുല എല്ലാം ഡയറക്റ്റ് മെഷർ ചെയ്യുന്നതാണ്, യൂണിറ്റ് മീറ്റർ ആണ്. ഡയമെൻഷൻ ഫോർമുല ഉണ്ടോ, M0 L ടി റൈസ് ടു 0 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്, എമ്മും ടിയും 0, അപ്പോൾ അത് 1 ആയിട്ട് പോകുമല്ലോ, അപ്പോൾ എന്ത് വരും, എൽ മാത്രം വരും. ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, രണ്ടും ലെങ്തിൻ്റെ ടേംസിലാണ് അല്ലേ. അപ്പോൾ എൽ ഇൻറ്റു എൽ, അപ്പോൾ എന്ത് വരും, എൽ സ്ക്വയർ എന്ന് വരും. എന്ത് വരും, എൽ സ്ക്വയർ എന്ന് വരും. വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, 3 തവണ ലെങ്ത് വരും അല്ലേ. അപ്പോൾ എന്തായിരിക്കും, എൽ ക്യൂബ്, ലെങ്ത് 3 തവണ വന്നു, എൽ ക്യൂബാണ് എന്താണ് വോളിയത്തിൻ്റെ. വെലോസിറ്റി നമ്മളിപ്പോൾ പറഞ്ഞു, എൽ ടി റൈസ് ടു -1. നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ മാസും ലെങ്തും ടൈമും വെച്ചിട്ടായിരിക്കും ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്.
മൊമെൻറ്റം എന്ന് വെച്ചാൽ ഫോർമുല പി, സോറി, സിമ്പൽ പി, ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, എം വി. അപ്പോൾ മാസ് എന്ന് വെച്ചാൽ എം, ഒരു തവണ ആയതുകൊണ്ട് നമ്മൾ മുകളിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെലോസിറ്റി എൽ ടി റൈസ് ടു -1. സോ മൊമെൻറ്റത്തിൻ്റെ എന്താണ്? എം എൽ ടി റൈസ് ടു -1. ആക്സിലറേഷൻ നമ്മളിപ്പോൾ എഴുതിയതാണ് അല്ലെ, എൽ ടി റൈസ് ടു -2. ഫോഴ്സ് എഫ്, ഫോഴ്സിൻ്റെ ഫോർമുല എന്തുവാണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു എം എ, അപ്പോൾ മാസ് എന്ന് വെച്ചാൽ ഒരു തവണ എം ഉണ്ട്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എൽ ടി റൈസ് ടു -2. സോ എം എൽ ടി റൈസ് ടു -2 ആണ് എന്ത്? ഫോഴ്സിൻ്റെ. ഇമ്പൾസും എന്ത് തന്നെയാണ്? ഈ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഫോർമുല എന്താ? ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ എന്താ ഫോഴ്സിൻ്റെത്? നമുക്കറിയാം എന്താണ്? എം എൽ ടി റൈസ് ടു -2. അപ്പോൾ എന്ത് വരും? എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടൈം ആണല്ലേ, അപ്പോൾ ടി റൈസ് ടു 1. അപ്പോൾ ഇവിടെ നോക്ക്, പവർ എഴുതുമ്പോൾ എം എൽ ടി റൈസ് ടു -2 ടി റൈസ് ടു 1. അപ്പോൾ എന്താണ്? -2 ആഡ് ചെയ്യണം, +1. അപ്പോൾ എന്ത് വരും? എം എൽ ടി റൈസ് ടു -1 എന്ന് വരും. സോ അതാണ് എന്ത്? ഈ പറയുന്ന നമ്മുടെ ഇമ്പൾസിൻ്റെ എന്താണ്? ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു -1. വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സിൻ്റെ എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലെങ്ത് കൂടെ വരും. അപ്പോൾ എന്താണ്? എൽ എന്നുള്ളത് എൽ സ്ക്വയർ ആയിട്ട് മാറും. എനർജി ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. എം ഇവിടെ ഹാഫിന് ഇമ്പോർട്ടൻസ് ഇല്ല, എം മാസ്, എൽ ലെങ്ത്, എന്താണ്? ടൈമിൻ്റെത് പവർ. അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് പവർ. പവർ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ബൈ ടൈം. വർക്കിൻ്റെ നമ്മൾ പറഞ്ഞു എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണ്. ബൈ ഒരു ടൈം വരും, എന്ത് ചെയ്യും? ഒരു ടീം മുകളിൽ കയറി എം എൽ സ്ക്വയർ ടി റൈസ് ടു -3 എന്ന് വരും. ഇതിപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഒറ്റയടിക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും, കുഴപ്പമില്ല. ഒന്നുകൂടി നമുക്ക് നോക്കാം. യൂസ് ഓഫ് ഡയമെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേ എന്ന് തെളിയിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ഉണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, സിമ്പിളാണ്. ഒരു ഈക്വൽ ടുവിൻ്റെ ഇടതുവശത്തും വലതുവശത്തുള്ള ടേംസ് ഡയമെൻഷനലി ഈക്വൽ ആയിരിക്കണം, എങ്കിലാണ് അതൊരു കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡയമെൻഷൻ ഫോർമുല അല്ലെങ്കിൽ അനാലിസിസ് യൂസ് ചെയ്യാം. അതുപോലെ എന്താണ്? ഡിറൈവ് ദ ഇക്വേഷൻസ് ഓഫ് വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഇക്വേഷൻ നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനും പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ആ പരിപാടി നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് പറയുന്നത് the dimensions of fundamental physical quantities on both sides of an equation should be the same. ഒരു ഇക്വേഷൻ്റെ രണ്ട് വശത്തുമുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കത് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതൊരു ഫേമസ് ഇക്വേഷനാണ്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇക്വേഷനാണ്. ഇവിടെ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് സൈഡ് നിങ്ങൾ എഴുതി ശീലിക്കുന്നതാണ് നല്ലത്. എസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് മാത്രമേ ഉള്ളൂ. സോ എല്ലാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണത്? ഇനീഷ്യൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എൽ, ടൈം ബൈ ടൈമിൻ്റെ ടി റൈസ് ടു -1. അതാണ് എന്ത്? ഈ പറയുന്ന വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഒരു ടി മാത്രം. ഓക്കെ, ഇനി ആക്സിലറേഷൻ ഉണ്ട് എ. ആക്സിലറേഷൻ ഡയമെൻഷൻ നമുക്കറിയാം എൽ ടി റൈസ് ടു -2 ആണ്. എങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഹോമോജിനിറ്റി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എൽ എച്ച് എസ് നമുക്കുള്ളത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ മാത്രമാണ്. ആർ എച്ച് എസ് റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് നോക്കാം, യു എന്താണ്? എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടി എന്ന് വെച്ചാൽ ടൈം. ഓക്കെ അല്ലേ? പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എന്താണ്? എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ ആണ്. അപ്പോൾ ടൈം ഒരു തവണ ഉണ്ട്, അതിൻ്റെ എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. സിംപ്ലിഫിക്കേഷനിലോട്ട് പോവാം. എൽ ടി റൈസ് ടു -1 ടി -1, അപ്പോൾ എന്ത് പറ്റും? എൽ ടി റൈസ് ടു -1 + 1. നമുക്കറിയാം -1 + 1 എന്താണ്? 0 ആയിട്ട് പോകും. സോ ഈ ടേം നമുക്കിവിടെ എഴുതേണ്ട ആവശ്യം തന്നെ എന്താണ്?
ഇല്ല. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം, ഈ ടേം ഇവിടെ ഒഴിവാക്കാം. എന്ത് മാത്രമേ അവിടെ വരുന്നുള്ളൂ, അവിടെ എൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. സോ എന്താണ്, ഇവിടെ എൽ മാത്രമേ ഉള്ളൂ. പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ് നമുക്ക് അവിടെ ആവശ്യമില്ല, കാരണം ഹോമോജിനിറ്റി ഇതിനകത്ത് ഡയമെൻഷൻ വരുമ്പോൾ നമ്പേഴ്സിനൊന്നും ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് ഇനി എടുക്കേണ്ട ആവശ്യമില്ല. എൽ ടി റൈസ് ടു -2 എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, അകത്തോട്ട് വരില്ലേ ടി സ്ക്വയർ. ഇവിടെയും സെയിം അവസ്ഥ, -2 + 2 0 ആയി പോവും. സോ നമുക്ക് എന്ത് കിട്ടും, എൽ പ്ലസ് എൽ. സോ എൽ എച്ച് എസ് എന്തായിരുന്നു, ലെങ്ത് മാത്രം. ആർ എച്ച് എസിലാണെങ്കിലോ ലെങ്ത് പ്ലസ് ലെങ്ത്. സോ ഈ പറയുന്ന ഇക്വേഷൻ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് യൂസ് എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. ചെക്ക് ദ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ, വി ഇസ് ഈക്വൽ ടു കെ എ സ്ക്വയർ യു ടി ആണ്. ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യം മാത്രം ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ചെക്ക് ദ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു കെ എ സ്ക്വയർ യു ടി. ശരി, ഇതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എ എന്ന് വെച്ചാൽ എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഏരിയയുടെ ഡയമെൻഷൻ എന്താണ്, ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത്. അപ്പോൾ ഏരിയയുടെ എന്താണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്, എൽ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ സ്ക്വയർ ആണ് വരുന്നത് അല്ലെ. ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, എൽ സ്ക്വയർ ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ശരി, അടുത്ത യു ഈസ് ദ സ്പീഡ് ഓഫ് ഫ്ലോ. അപ്പോൾ യു എന്ന് വെച്ചാൽ എന്താണ്, സ്പീഡ്. സ്പീഡ് എന്ന് വെച്ചാൽ വെലോസിറ്റി. എന്തുവാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്, എൽ ടി റൈസ് ടു -1. ടി ഈസ് ദ ടൈം. ടി എന്താണ്, ടൈം ആണ്. സോ ടി ഇസ് ഈക്വൽ ടു ടി. ആൻഡ് വി ഇസ് ദ വോളിയൂം ഓഫ് വാട്ടർ. വി എന്ന് വെച്ചാൽ വോളിയം, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ എന്താണ്, ലെങ്തിൻ്റെ ക്യൂബാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണല്ലോ നമുക്കിവിടെ വേണ്ട ഡയമെൻഷൻ. നമുക്ക് ഏതൊക്കെ ഡയമെൻഷൻസ് കിട്ടി, വി കിട്ടി, എ കിട്ടി, യു കിട്ടി, ടി കിട്ടി. കെ ഇസ് എ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി. അതൊരു കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഡയമെൻഷൻ ഇല്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, സ്റ്റേറ്റ് വെദർ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. തൊട്ട് മുമ്പ് പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്കിവിടെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നോക്കാം. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എൽ എച്ച് എസ് എടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നോക്കിയാൽ അവിടെ ഉള്ളത് ആരാണ്, വോളിയം. അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്, എൽ ക്യൂബാണ് വോളിയത്തിൻ്റെ ഡയമെൻഷൻ. എൽ എച്ച് എസ് കിട്ടി. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇക്വേഷൻസ് ഇതുപോലെ ഓരോന്നായിട്ട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം, ആർ എച്ച് എസ്. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നോക്കിയാൽ ഇപ്പുറത്തോട്ട് എഴുതാം അല്ലേ. അപ്പോൾ ആർ എച്ച് എസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് ആരൊക്കെയാണ്, കെ ഇനി ആവശ്യമുണ്ടോ ഇല്ല, എന്നാലും ഒന്ന് എഴുതിയിരിക്കാം, കെ എ സ്ക്വയർ യു ടി ആണ്. സോ കെ ഇനി ആവശ്യമില്ല, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് ഇനി ഉപയോഗിക്കേണ്ടത്. ഏരിയ എന്ന് വെച്ചാൽ ലെങ്തിൻ്റെ സ്ക്വയർ ആണ്. അതിൻ്റെ മൊത്തത്തിൽ എന്താണ്, സ്ക്വയർ എടുക്കണം, കാരണം ഇക്വേഷന് സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇൻറ്റു യു വെലോസിറ്റി. അപ്പോൾ എന്താണ്, എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടൈം ടി റൈസ് ടു 1. നമുക്ക് നോക്കാം, എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എൽ റൈസ് ടു 4 ഇൻറ്റു ഒരു എൽ, ഒരു ടി റൈസ് ടു -1 ഇൻറ്റു എന്താണ്, ടി റൈസ് ടു 1. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലിന് ഇവിടെ 2 ടേം ഉണ്ട്, ഇതുകൊണ്ട് ഇതുകൊണ്ട്. അപ്പോൾ 4ഉം ഇവിടെ 1ഉം ചേർത്ത് എത്ര, എൽ റൈസ് ടു 5. എൽ റൈസ് ടു 5. ടിയുടെ ടേം എത്രയുണ്ട്, 2 എണ്ണമാണ് ഉള്ളത്. -1ഉം +1ഉം 0 ആവും. അപ്പോൾ ഇവിടെ വേണ്ട എന്ത് മാത്രമേ ഉള്ളൂ, എൽ റൈസ് ടു 5 ആണ് വരുന്നത്. സോ ഇവിടെ വേണ്ടത് എന്താണ്, എൽ എച്ച് എസ് ആർ എച്ച് എസിന് ഈക്വൽ ആണെങ്കിൽ ഹോമോജിനിറ്റിക്കലി കറക്റ്റ് ആണ്. പക്ഷേ എൽ എച്ച് എസിൽ എൽ റൈസ് ടു 3ഉം ആർ എച്ച് എസിൽ എൽ റൈസ് ടു 5ഉം ആയതിനാൽ ഇത് ഈക്വൽ ആണോ, അല്ല, നോട്ട് ഈക്വൽ. സോ ദി ഇക്വേഷൻ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. ഇതെന്തല്ല, ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അടുത്ത ചോദ്യം നോക്കാം.
ചെക്ക് ദ ഡയമെൻഷണൽ വാലിഡിറ്റി ഓഫ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ ഡയമെൻഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. പി ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് എ വി ക്യൂബ് റോ. ഇതാണ് ഇക്വേഷൻ ആണല്ലോ. പി പവർ ആണ്, എഫ് ഫോഴ്സ് ആണ്, വി വെലോസിറ്റി ആണ്, എ ഏരിയ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ബേസിക് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ആദ്യമേ കണ്ടുപിടിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് കയറി കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തെറ്റാവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ പി. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ പി. പവറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പഠിച്ചു വെച്ചിട്ടുണ്ട്. എം എൽ സ്ക്വയർ ടി റൈസ് ടു -3 ആണ്. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് സംശയമുള്ളവർ ഈ ക്ലാസ്സിൻ്റെ തന്നെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പവർ എന്ന് വെച്ചാൽ എന്താ? വർക്ക് ബൈ ടൈം ആണ്. ഓക്കെ, വർക്ക് എന്ന് പറയുമ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണല്ലേ. വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ എന്താണത്? വർക്ക് ബൈ ടൈം. അതിൽ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതിൽ മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്. ആക്സിലറേഷൻ്റെത് ഇനി പറഞ്ഞിട്ടുണ്ടോ? എൽ ടി റൈസ് ടു -2 ഇൻറ്റു എന്താണ്? അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഏത്? ഈ ഫോഴ്സിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ താഴെ കിടക്കുന്നത്. ഇതിൻ്റെ കൂടെ എന്തുകൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു എല്ല് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ 1, ഇവിടെ 1, അപ്പോൾ 1, 1, 2. അപ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. അപ്പോൾ എന്ത് കിട്ടി? വർക്ക് കിട്ടി. ഈ വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ താഴെ കിടക്കുന്നത് അല്ലേ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. മുകളിലത്തെ ഇക്വേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ എന്താണ്? ബൈ ഒരു ടി. അപ്പോൾ ഈ ടി മുകളിൽ പോകുമ്പോൾ എന്ത് പറ്റും? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഇൻറ്റു ടി ബൈ ടി മുകളിൽ പോകുമ്പോൾ ടി റൈസ് ടു -1. അപ്പോൾ എന്താവും? അത് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 പ്ലസ് -1 -3. സോ നമുക്ക് എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി റൈസ് ടു -3 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പവറിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഇക്വേഷൻ ബേസിക് നമ്മൾ ആ ചാപ്റ്റർ ഈ ക്ലാസ്സിന് തുടക്കത്തിൽ ഞാൻ തന്ന അത്രയും ഡയമെൻഷൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? പവർ വന്നിട്ടുണ്ട്. പവറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. എന്താണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു -3 ആണ് പവറിൻ്റെ ഡയമെൻഷൻ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എം എൽ ടി റൈസ് ടു -2. കാരണം എഫ് ഈസ് ഈക്വൽ ടു എം എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വെലോസിറ്റി നമുക്കറിയാം. എന്താണ്? എൽ ടി റൈസ് ടു -1 ആണ് എന്ത്? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് എൽ സ്ക്വയർ ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കരുത്, ഞാൻ എഴുതി പോയപ്പോൾ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത്രയാണ് നമുക്കിവിടെ വേണ്ട ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഒരാൾ കൂടി ഉണ്ട് അല്ലേ, റോ. ഓക്കെ, റോ എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ റൈസ് ടു -3 ആണ്. എങ്ങനെ വന്നു? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി അല്ലേ. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാസ് ബൈ വോളിയം. മാസിൻ്റെ എം ബൈ വോളിയത്തിൻ്റെത് എൽ ക്യൂബ്. എൽ ക്യൂബ് മുകളിൽ പോകുമ്പോൾ എൽ റൈസ് ടു -3. സോ എം എൽ റൈസ് ടു -3 ആണ് എന്ത്? ഈ പറയുന്ന ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഡയമെൻഷൻസ് അത്രയും ആദ്യം തന്നെ ഒന്ന് എഴുതി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലോട്ട് വരാം. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇനി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ചെക്ക് ചെയ്യാൻ നമ്മൾ ഇക്വേഷൻ എഴുതുക. പി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് എ വി ക്യൂബ് ഇൻറ്റു റോ. സോ എഫ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്തുവാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അഥവാ എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പി ആണ്. പി പവർ ആണ്. സോ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു -3. അതവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ ആർ എച്ച് എസ് ഒന്ന് നോക്കണം. അപ്പോൾ ആർ എച്ച് എസ് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് അഥവാ ആർ എച്ച് എസിനകത്ത് ആരൊക്കെ ഉണ്ട്? എഫ് ഉണ്ട് അല്ലേ, ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഫോഴ്സിൻ്റെ നമുക്കറിയാം എന്താണ്? എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു
വി ഉണ്ട് അഥവാ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തുവാണ് വെലോസിറ്റി? എൽ ടി റൈസ് ടു മൈനസ് 1 പ്ലസ് ഏരിയ ഉണ്ട്. ഏരിയ എന്താണ്? എൽ സ്ക്വയർ ആണ്, അതവിടെ ഉണ്ട്. ഇൻറ്റു അടുത്തെന്താ വരുന്നത്? അടുത്ത് വി ക്യൂബ് എന്ന് വെച്ചാൽ എന്തുവാ? വെലോസിറ്റിയുടെ ക്യൂബ്. വെലോസിറ്റി എൽ ടി റൈസ് ടു മൈനസ് 1 അതിൻ്റെ ക്യൂബ്. പിന്നെ എന്താ വരുന്നത്? നമ്മുടെ ഡെൻസിറ്റി എം എൽ റൈസ് ടു മൈനസ് 3. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എം ഒരു ടേമേ ഉള്ളൂ, അതങ്ങനെ തന്നെ കാണും. എൽ രണ്ടെണ്ണം ഉണ്ട്, ഒന്നും ഒന്നും. അപ്പോൾ ഒന്നും എത്ര കിട്ടും? 2 എന്ന് കിട്ടും. എൽ സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത് ടി റൈസ് ടു മൈനസ് 2 ടി റൈസ് ടു മൈനസ് 1. അപ്പോൾ എന്താണ്? മൊത്തത്തിൽ ടി റൈസ് ടു മൈനസ് 2 പ്ലസ് മൈനസ് 1 മൈനസ് 3. സോ ഫസ്റ്റ് അത്രയും കാര്യം നമുക്ക് കിട്ടി. പ്ലസ് ഇനി ഇവന്മാർ എത്രയാണ് നമ്മൾ നോക്കാൻ പോകും. എൽ സ്ക്വയർ അവിടെ തന്നെ കിടക്കട്ടെ, മാറ്റമൊന്നും ചെയ്യേണ്ട. ഒരു അപ്പുറത്തെ ഇക്വേഷൻ നമുക്ക് മാറ്റാറുണ്ട്. ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ഇത് രണ്ടിടത്തും വരും അല്ലേ. എൽ ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണത്? അത് എൽ ക്യൂബ് ടി റൈസ് ടു മൈനസ് 3 എന്ന് വരും അല്ലേ, ഇൻറ്റു എം എൽ റൈസ് ടു മൈനസ് 3. സിംപ്ലിഫിക്കേഷൻ വീണ്ടും ചെയ്യാം. എന്ത് വരുന്നുണ്ട്? ഇവിടെ മാറ്റമൊന്നുമില്ല. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 അതുപോലെ പ്ലസ് ഇവിടെ എല്ലിൻ്റെ എൽ സ്ക്വയർ ഉണ്ട്, എൽ റൈസ് ടു 3 ഉണ്ട് അല്ലേ. എൽ സ്ക്വയറും ഉണ്ട്, എൽ റൈസ് ടു 3 ഉണ്ട് അല്ലേ. എൽ സ്ക്വയർ എൽ റൈസ് ടു 3, ഇതാ ഇപ്പുറത്തൊരു എൽ റൈസ് ടു മൈനസ് 3 ഉണ്ട്. അപ്പോൾ എൽ റൈസ് ടു 3യും എൽ റൈസ് ടു മൈനസ് 3യും പരസ്പരം നമുക്ക് വെട്ടിപ്പോയാൽ പിന്നെ എന്തേ ബാക്കിയുള്ളൂ? എൽ സ്ക്വയറേ ബാക്കിയുള്ളൂ. ശരി, പിന്നെ ഒരു എം ഉണ്ട് അല്ലേ, ഉണ്ട്. ഇവിടെ ഒരു എം ഉണ്ട്. നമുക്ക് ആദ്യം ആ എമ്മിനെ അങ്ങ് എഴുതാം, ഒരു ഓർഡർ കറക്റ്റ് ആവും. അപ്പോൾ എം ഉണ്ട്, എൽ സ്ക്വയർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു ടി റൈസ് ടു മൈനസ് 3യും ഉണ്ട്. ഇനി ഒരു സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. സോ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തിന് ഈക്വൽ ആവണം? റൈറ്റ് ഹാൻഡ് സൈഡിന് ഈക്വൽ ആണെങ്കിൽ കറക്റ്റ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് എന്താണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത് എന്താണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3. അപ്പോൾ ഒരു പാർട്ട് കറക്റ്റ്. പ്ലസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 രണ്ടാമത്തെ പാർട്ടും കറക്റ്റ് അല്ലേ. അപ്പോൾ എന്തുവാണ് ഇവിടെ? കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. സോ നമുക്ക് പറയാം എന്താണ് ഇവിടെ? എൽ എച്ച് എസ് എന്ന് പറയുന്നത് ആർ എച്ച് എസിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡയമെൻഷനലി എന്തായിരിക്കും? ഇത് കറക്റ്റ് ആണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ എഴുതാം. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 ഈസ് ഈക്വൽ ടു 2 അല്ലേ. ഇവിടെ രണ്ടും പ്ലസ് ചെയ്തേക്കാണ്. 2 ടൈംസ് ഓഫ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 എന്ന് വരും. സോ എന്താണ്? 2 ഇൻറ്റു നമുക്ക് എങ്ങനെ എടുക്കാം? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 എന്ന് എടുക്കാം. സോ ഇതെന്താണ്? ഡയമെൻഷനലി കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമോ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ചെക്ക് ബൈ ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ വെദർ ദ ഫോളോയിങ് ഇക്വേഷൻസ് ആർ കറക്റ്റ്. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻസ് കറക്റ്റ് ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? ടി ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇവിടെ ഈ പൈ എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, വേർ ടി ഇസ് ദ ടൈം പീരീഡ്. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ എൽ എച്ച് എസ്. നമ്മൾ ഒരു സിമ്പിളിഫൈ ചെയ്യണ്ടല്ലോ, പറഞ്ഞു പോകാമല്ലോ. എൽ എച്ച് എസ് വരുന്നതാണ് ടി. ടി എന്ന് വെച്ചാൽ എന്താണ്? ടൈം പീരീഡ്. അപ്പോൾ ഡയമെൻഷൻ എന്തായിരിക്കും? ടൈം മാത്രം, ടി മാത്രം. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് എന്തുവാണ്? 2 പൈ കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഒരു എൽ എന്ന് വെച്ചാൽ ലെങ്ത് ആണ്. അപ്പോൾ എൽ എന്ന് വെച്ചാൽ ലെങ്ത് ആണ്. പിന്നെ ഉള്ളത് ജി ആണ്. നമുക്ക് ഇവിടെ ഞാൻ ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ ടി ടൈം പീരീഡ്. ഓക്കെ, ടി എന്താണ്? ടൈം പീരീഡ്. ടൈം പീരീഡിന് ഡയമെൻഷൻ സമയം മാത്രം ആയതുകൊണ്ട് ടി. എൽ എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത്. ലെങ്തിന്റെ ഡയമെൻഷൻ എൽ. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എന്തുവാണ്? ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഡയമെൻഷൻ എന്തുവാണ്? എൽ ടി റൈസ് ടു മൈനസ് 2 ആണ്.
സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RHS എന്താ വരുന്നത്? 2π എവിടെ പോയിക്കോട്ടെ, റൂട്ട് ഉണ്ട്. ശരി, റൂട്ട് ഉണ്ട് അല്ലെ. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ അവിടെ അതുപോലെ തന്നെ നിൽക്കണം. L ഉണ്ട്, സോ ലെങ്ത് അതുപോലെ തന്നെ ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ എന്താണ്? L(t⁻⁻2) ഉണ്ട്. ഓക്കെ, എല്ലും മുകളിൽ നിന്ന് വെട്ടിപ്പോയി. പിന്നെ എന്തുണ്ട്? √1/t⁻². അതിന് നമുക്ക് വേണമെങ്കിൽ t⁻2 എന്ന് എഴുതി കൂടെ. കാരണം ഇപ്പോൾ താഴെ ഡിനോമിനേറ്റർ കിടക്കുന്ന 1/t² നമുക്ക് ഈസ് ഈക്വൽ ടു t⁻2 എന്ന് എഴുതാമെങ്കിൽ 1/t⁻2 നമുക്ക് t⁻2 എന്ന് എടുക്കാമല്ലോ അല്ലേ. ബേസിക് മാത്സിനകത്ത് വരുന്ന കാര്യമാണ്. ഞാൻ ഇതൊന്ന് മാറ്റട്ടെ. അപ്പോൾ എന്താണ്? നമുക്ക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ റൂട്ട് എന്ന് വെച്ചാൽ റൂട്ടും സ്ക്വയറും വന്നേക്കാണ്, പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് എന്ത് കിട്ടും? t എന്ന് മാത്രം കിട്ടും. അപ്പോൾ LHSലും t, RHSലും t. സോ ദേ ആർ ഡയമെൻഷനലി കറക്റ്റ് ക്വാണ്ടിറ്റീസ്. ഓക്കെ ആണല്ലോ. നോട്ട് ചെയ്തോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, V is equal to √P/ρ. അതിൽ P എന്ന് വെച്ചാൽ എന്താണ്? പ്രഷറാണ്. പ്രഷർ എന്ന് വെച്ചാൽ എന്തുവാണ്? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? ഒന്ന് ആലോചിച്ച് നോക്കി. ഡയമെൻഷൻ എന്തായിരിക്കും വരേണ്ടത്? ഫോഴ്സ് ആവുമ്പോൾ M ഉണ്ടാവും, L ഉണ്ടാവും അല്ലേ, T ഉണ്ടാവും. ഫോഴ്സ് ഈക്വൽ ടു F ഈക്വൽ ടു -2 ആണോ അല്ലേ? ആ, ml t⁻2 ബൈ ഏരിയ എന്ന് വെച്ചാൽ എന്താ? ലെങ്തിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിനെ സിമ്പിളായിട്ട് നമ്മൾ എഴുതിയ എന്ത് വരും? ml t⁻2 ഇൻറ്റു ലെങ്ത് -2. അപ്പോൾ എന്ത് വരും? m ഇൻറ്റു L 1 + -2 എന്ത് വരും? -1 t⁻2. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷനാണ് m L⁻1 t⁻2. ഇതിങ്ങനെയാണ് എന്ത് ചെയ്യാൻ? ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ശരി, അപ്പോൾ ഞാൻ ഒന്നുകൂടി എഴുതാൻ പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? V is equal to √P/ρ. അതിൽ V എന്ന് വെച്ചാൽ എന്താണ്? V എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ വരുന്നത്? വെലോസിറ്റി ആണ്. അപ്പോൾ L(t⁻1) ആണ് ഡയമെൻഷൻ. P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. ഡയമെൻഷൻ എന്താ നമ്മളിപ്പോൾ പറഞ്ഞു? mL⁻1 t⁻2 ആണ്. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി നമ്മൾ തൊട്ട് മുമ്പ് എടുത്തു. എന്താണ്? mL⁻3 ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ L(t⁻1). റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ എന്താണ്? √P എന്താണ്? mL⁻1 t⁻2 ഡിവൈഡഡ് ബൈ mL⁻3. എമ്മും എമ്മും വെട്ടി. ഇവിടുത്തെ -1ഉം ഇവിടെ ഒന്നും പോയി -2 ആയി. അപ്പോൾ എന്ത് വരും? √t⁻2 അല്ലെ, അത് L എഴുതിയിട്ട് ടിയിലോട്ട് പോവാം അല്ലേ. L⁻2 എങ്ങനെ വന്നു എന്നറിയാവോ? ഈ മുകളിലത്തെ -1ഉം ബൈ താഴത്തെ -3ഉം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് മുകളിൽ പോയാൽ എന്ത് പറ്റും? L⁻1 L⁻3 -1 + 3 എന്തുവാണ്? 2 ആണ് വരുന്നത്. സോ L⁻2 ഇൻറ്റു t⁻2 മൊത്തത്തിൽ റൂട്ടും സ്ക്വയറും തമ്മിൽ വെട്ടിപ്പോകും. നമുക്ക് എന്ത് കിട്ടും? L(t⁻1) എന്ന് കിട്ടും അല്ലേ. ഇവിടെ -2 വെട്ടുമ്പോൾ -1. സോ നമുക്ക് LHSലും L(t⁻1), RHSലും L(t⁻1). സോ രണ്ട് ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ചെക്ക് ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട്. ഇക്വേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? T is equal to 2π√m/g. T is equal to 2π√m/g. T എന്ന് വെച്ചാൽ ടൈം പീരീഡ് ആണ്. T എന്ന് വെച്ചാൽ എന്താണ്? ടൈം പീരീഡ് ആണ്. സോ T അതിൻ്റെ ഡയമെൻഷൻ
ടൈം മാത്രം. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാണ്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം മാത്രം. ജി എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 ആണ് എന്ത് ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയും. അപ്പോൾ എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ ആണെന്ന് നോക്കാം. നമുക്ക് എൽ എച്ച് എസ് എടുക്കാം, ടി മാത്രം. ആർ എച്ച് എസ് എടുക്കാം, 2π എടുക്കേണ്ട ആവശ്യമില്ല, കോൺസ്റ്റന്റ് ആണ്. എം ബൈ എൽ ടി റൈസ് ടു -2 അല്ലേ? എം ബൈ എൽ ടി റൈസ് ടു -2. അപ്പോൾ എങ്ങനെ പോയാലും ഇവിടെ ഒരു കറക്റ്റ് ആവാനുള്ള ഒരു ചാൻസ് ഇതും കാണുന്നില്ല. സോ എൽ എച്ച് എസ് ഈസ് നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ്. സോ ഇതെന്താണ്? ഡയമെൻഷനലി റോങ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതൊരു വെറൈറ്റി ടൈപ്പ് ചോദ്യമാണ്. ഇവിടെ എന്താ ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ where x is in meter and t is in second, then what are the units and dimensions of a, b, c? അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത യൂണിറ്റ്സും ഡയമെൻഷൻസും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഇത് ഒരു നല്ലൊരു ചോദ്യമാണ്, ഒരു വെറൈറ്റി ചോദ്യമാണ്, ഒന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇവിടെ പറയുന്നത് എന്താ? എക്സ് എന്ന് വെച്ചാൽ എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. അതിൽ എക്സ് എന്ന് വെച്ചാൽ മീറ്റർ, അപ്പോൾ എന്താണ്? എക്സ് എന്ന് വെച്ചാൽ ലെങ്താണ്. അപ്പോൾ നമുക്കിവിടുന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്താണ്? എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എന്തായാലും യൂണിറ്റ് മീറ്റർ ആകുമ്പോൾ അത് ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ആയിരിക്കും. ടി എന്ന് പറയുന്നത് ടൈമാണ്, കാരണം അതിൻ്റെ എന്താണ്? സെക്കൻഡിലാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. ഇക്വേഷൻ പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ ആണെങ്കിൽ ഈ എയും ബിയും സിയും എന്താണ് കണ്ടുപിടിക്കുന്നത്. നോക്ക്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് ഇവനും ഇവനും ഡയമെൻഷനിൽ ഈക്വൽ ആയിരിക്കണം, ഇവനും ഇവനും ഡയമെൻഷനിൽ ഈക്വൽ ആയിരിക്കണം, ഇവനും ഇവനും എന്തായിരിക്കും? ഡയമെൻഷനിൽ ഈക്വൽ ആയിരിക്കണം അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പ്രൂവ് ചെയ്തത്? അപ്പോൾ ഇതിൽ എക്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, എന്തുവാണ്? എല്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ എല്ലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആദ്യം കാണുന്ന എയുടെ ഡയമെൻഷൻ എന്ത് തന്നെ ആയിരിക്കണം? എല് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം എ എന്ന് വെച്ചാൽ അതിൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആണ്? എല്ലിന് ഈക്വൽ ആണ് അല്ലേ? കാരണം എ എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലേ? ഫൈൻഡ് ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് എ. അപ്പോൾ നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് നമുക്ക് പറയാം എക്സിൻ്റെ ഡയമെൻഷൻ ഈ കാണുന്ന ഡയമെൻഷനായിട്ട് ഈക്വൽ ആയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ലെങ്ത് ആയിരിക്കും നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ബി ടിയുടെ ഡയമെൻഷൻ, ഓക്കെ, എന്തുവാണ്? ബി ടിയുടെ എയുടെ ഡയമെൻഷൻ ആണ് ബ്രാക്കറ്റ് എടുക്കുക. അതുപോലെ ബി ടിയുടെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? അതും എല്ലിന് ഈക്വൽ ആയിരിക്കും. അടുത്ത് എന്തിന് ഈക്വൽ ആയിരിക്കും? എല്ലിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് വേണ്ടത് എന്താണ്? എയുടേത് കിട്ടി, ബിയുടേത് കിട്ടണം. ബി ടിയുടേത് എല്ലാണെങ്കിൽ ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ടി അപ്പുറത്ത് പോകും അല്ലേ? അപ്പോൾ എന്ത് വരും? എൽ ബൈ ടി അല്ലേ? എൽ ബൈ ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത്. അത് നമുക്ക് എങ്ങനെ എടുക്കാം? എൽ ടി റൈസ് ടു -1 ആണ് അപ്പോൾ ബിയുടെ ഡയമെൻഷൻ. ഇനി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡയമെൻഷൻ ഓഫ് സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡയമെൻഷൻ ഓഫ് സി അല്ല, സി ടി സ്ക്വയർ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് മൂന്നാമത്തെ സി ടി സ്ക്വയർ അല്ലേ? അപ്പോൾ സി ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? എല്ലിന് ഈക്വൽ ആയിരിക്കുമെങ്കിൽ സിയുടെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? അത് എൽ ബൈ ടി സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് സിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? എൽ ടി റൈസ് ടു -2 ആണ് എന്ത്? സിയുടെ ഡയമെൻഷൻ. എയുടെ കിട്ടി, ബിയുടെ കിട്ടി, സിയുടെ കിട്ടി. എയുടെ കിട്ടി, ബിയുടെ കിട്ടി, സിയുടെ കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഡയമെൻഷൻ കിട്ടി അല്ലേ? എയുടെ ഡയമെൻഷൻ എൽ തന്നെ, ബിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റൈസ് ടു -1 തന്നെ, സിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റൈസ് ടു -2 തന്നെ. ക്വസ്റ്റ്യൻ തീർന്നോ? ഇല്ല, നമുക്ക് യൂണിറ്റും കൂടെ കണ്ടുപിടിക്കണം. യൂണിറ്റ് നമുക്ക് ഇവിടെ തന്നെ എഴുതി പോകാം. എൽ വന്നെങ്കിൽ യൂണിറ്റ് മീറ്റർ, എൽ ടി റൈസ് ടു -1 ആണെങ്കിൽ എന്താണ്? മീറ്റർ ബൈ സെക്കൻഡ്. എൽ ടി റൈസ് ടു -2 ആണെങ്കിൽ എന്താണ്? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം ഇതെന്താണ്? എൽ ടി റൈസ് ടു -1 എന്ന് വെച്ചാൽ ആക്സിലറേഷൻ, എൽ ടി റൈസ് ടു -1 എന്ന് വെച്ചാൽ വെലോസിറ്റി, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്, ഈ പറയുന്ന ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക എന്ന് ഉള്ളത്. ഇക്വേഷൻസ് എന്ത് ചെയ്യുക എന്നുള്ളത്, ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഈ പറയുന്ന ഹോമോജനിറ്റി പ്രിൻസിപ്പിളിന്റെ സഹായമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. ഒന്ന്, ഇക്വേഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അതെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും യൂണിറ്റും എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനും പറ്റും. അതുപോലെ പുതിയൊരു ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് വെച്ചു. സോ നമ്മുടെ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫിന് ഒരു ഇക്വേഷൻ വേണം. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്ന എം ആണ്. സഞ്ചരിക്കുന്ന വെലോസിറ്റി വി ആണ്. അതിൻ്റെ റേഡിയസ് ആർ ആണ്. അപ്പോൾ ആർ എന്ന റേഡിയസിൽ സർക്കുലർ മോഷനിൽ സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ വെലോസിറ്റി വി ആണ്, മാസ് എം ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ നമുക്കിവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഒക്കെ എഴുതി വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടേം എന്താണ്, അല്ലെങ്കിൽ ഇക്വേഷൻ എന്താണ്, ഫോഴ്സിനൊരു ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഫോഴ്സ് ഇവിടെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രപ്പോർഷണൽ ആണോ അല്ലേ, നമുക്കിത് സ്ക്വയർ ആയിട്ടാണോ, എങ്ങനെ പോകുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിപ്പെൻഡൻസി കാണിക്കുമ്പോൾ നമ്മൾ പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അതായത് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ദീസ് ക്വാണ്ടിറ്റീസ്. എങ്ങനെയെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല, കണ്ടുപിടിക്കണം. മാത്രമല്ല ഈ ടേംസ്, ഈ പറയുന്ന ഓരോ ടേംസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കും നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അറിഞ്ഞിടാത്തൊരു കാര്യം നമ്മൾ എക്സ് എന്നൊക്കെ വിളിക്കുന്ന പോലെ നമുക്കിവിടെ എമ്മിനൊരു പവർ കൊടുക്കാം എ, ആറിനൊരു പവർ കൊടുക്കാം ബി, ബിക്ക് ഒരു പവർ കൊടുക്കാം സി. ഇവർ തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിപ്പുണ്ട്. നമുക്ക് ആകെ അറിയാവുന്നൊരു കാര്യം എന്തായിരിക്കും, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡയമെൻഷൻ ഈക്വൽ ആവണം. അത്രയും നമുക്കറിയാം. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം, എം മാസാണെന്നറിയാം, റേഡിയസ് ആണെന്നറിയാം, ബി വെലോസിറ്റി ആണെന്ന് പറയും. സോ ഇവിടെ പ്രപ്പോർഷണാലിറ്റി അല്ലേ, അത് മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണ്ടേ. സോ നമുക്ക് എടുക്കാം എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു എ ആർ റൈസ് ടു ബി വി റൈസ് ടു സി. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇക്വേഷൻ്റെ ഡയമെൻഷൻസ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. എം എൽ ടി റൈസ് ടു -2 ആണ് എന്ത്, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയും. നമുക്ക് തന്നെ M1 L1 റൈസ് ടു ടി റൈസ് ടു -1 എന്ന് എഴുതാം. കുറച്ച് കഴിയുമ്പോൾ അത് യൂസ്ഫുൾ ആയിട്ട് വരും. കെ കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. എം എന്ന് വെച്ചാൽ മാസ് ആണ്, ഡയമെൻഷൻ ഉണ്ട് എം. അതിൻ്റെ പവർ എന്ന് പറയുന്നത് എ ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, റേഡിയസിൻ്റെ ഡയമെൻഷൻ എല്ലാണ് അല്ലേ. റേഡിയസ് എന്ന് വെച്ചാൽ ആറാണ്, ഡയമെൻഷൻ എന്താണ്, എല്ലാണ്, പവർ ബി. ബി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്, വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്, എൽ ടി റൈസ് ടു -1 ആണ്, അതിൻ്റെ ഡയമെൻഷൻ സി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, M1 L1 ടി റൈസ് ടു -2 ഈസ് ഈക്വൽ ടു എം റൈസ് ടു എ എൽ റൈസ് ടു ബി, അതുപോലെ എൽ ടി റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു സി ആകുമ്പോൾ അകത്തുള്ള ഓരോ ക്വാണ്ടിറ്റിക്കും ഈ സി മൾട്ടിപ്ലൈ ആവും അല്ലേ. അപ്പോൾ എന്താണ്, എൽ റൈസ് ടു സി ടി റൈസ് ടു -c എന്നും വരും. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് M1 L1 ടി റൈസ് ടു -2 ഈസ് ഈക്വൽ ടു എം റൈസ് ടു എ, എൽ രണ്ടിടത്തുണ്ട് അല്ലേ. അപ്പോൾ എൽ റൈസ് ടു എന്ത് വരും, ബി പ്ലസ് സി ഇൻറ്റു ടി റൈസ് ടു എന്ത് വരും, -c എന്നും വരും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അനുസരിച്ച് എൽ എച്ച് എസിൻ്റെയും ആർ എച്ച് എസിൻ്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ എം എന്ന് പറയുന്ന മാസിൻ്റെ പവറുകൾ ഈക്വൽ ആയേ പറ്റുള്ളൂ, ലെങ്തിൻ്റെ പവറുകൾ ഈക്വൽ ആയേ പറ്റുള്ളൂ, ടൈമിൻ്റെ പവറും ഈക്വൽ ആയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് 1 ഈക്വൽ ആവണം, ബി പ്ലസ് സി 1 ഈക്വൽ ആവണം, -c -2 ഈക്വൽ ആവണം. അങ്ങനെ നമുക്ക് എടുക്കാം, എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവണം, 1 ഈക്വൽ ആവണം അല്ലെ. എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവണം, 1 ഈക്വൽ ആവണം. ബി പ്ലസ് സി എന്ന് പറയുന്നതും 1 ഈക്വൽ ആവണം. അതുപോലെ -c എന്ന് പറയുന്നതും -2 ഈക്വൽ ആയി പറ്റുള്ളൂ. -c -2 ഈക്വൽ ആണെങ്കിൽ c is equal to 2 നമുക്ക് എടുക്കാമല്ലോ.
അങ്ങനെ സി കിട്ടി, എ കിട്ടി, ബി കിട്ടണ്ടേ? ഇവനെടുത്ത് ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? നമുക്ക് എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു 1 ഇവിടെ കടന്നോട്ടെ. ബി പ്ലസ് സിക്ക് പകരം 2 കൊടുക്കാമല്ലോ, ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് 2, ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു -1 കിട്ടി. 3 പവർ നമുക്ക് കിട്ടി. ഇനി ഈ പവറുകൾ 3 ഏതൊക്കെ? എയും സിയും ബിയും നമുക്കിതാ ഈ കിട്ടിയ ഇക്വേഷനിലോട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു 1 ഇൻറ്റു ആർ റൈസ് ടു -1 ഇൻറ്റു വി റൈസ് ടു സി അല്ലേ? അപ്പോൾ എത്ര? 2. അപ്പോൾ ഇത് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ആർ റൈസ് ടു -1 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ബൈ ആർ എന്നാണ്. സോ എം വി സ്ക്വയർ ബൈ ആർ, ഓർ വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ ബൈ ആർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിഞ്ഞൂടാത്തൊരു ക്വാണ്ടിറ്റിയുടെ ഫോർമുല എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മറ്റൊരു ചോദ്യം നോക്കാം. ദ വിസ്കസ് ഫോഴ്സ് എഫ് acting on a spherical ball falling through a viscous medium depends on coefficient of viscosity, radius of the ball, velocity of the ball. Derive the expression. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലാത്തത് കൊണ്ട്. ഇപ്പം നേരത്തെ പോലെ വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കണം. ആർക്കൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി n, അടുത്ത് റേഡിയസ് ഓഫ് ദ ബോൾ r, വെലോസിറ്റി ഓഫ് ദ ബോൾ v. നേരത്തെ പോലെ പവർ ഉണ്ടാകുന്നുണ്ട്, നമ്മൾ എ ബി സി എന്ന് കൊടുക്കും. വീണ്ടും കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ആർ റൈസ് ടു ബി ബി റൈസ് ടു സി. നേരത്തെ പോലെ നമ്മൾ എന്തെടുക്കുന്നു? ടേക്കിംഗ് ഡയമെൻഷൻ. നമ്മളിവിടെ എന്ത് ചെയ്യണം? ഡയമെൻഷൻ എടുക്കാൻ പോകും. ഡയമെൻഷൻ എടുക്കുന്നു. നമുക്കറിയാം എഫിൻ്റെ ഡയമെൻഷൻ എന്താണ്? നീ പറയേണ്ട കാര്യമില്ലല്ലോ. എം എൽ ടി റൈസ് ടു -2. ഇത് ഈക്വൽ ആകണം ആർക്കൊക്കെ? കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. എത്രയാണത്? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു എ ഇൻറ്റു റേഡിയസ് ആർ. അപ്പോൾ എന്തുവാണ് റേഡിയസ് ആർ എന്ന് പറയുമ്പോൾ? ലെങ്ത് മാത്രം, പവർ ബി, ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ബോൾ എന്തായിരിക്കും? എൽ ടി റൈസ് ടു -1 ഇൻറ്റു സി. സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. എമ്മിന് നമുക്കിവിടെ 1 എന്ന് എടുക്കാം, എല്ലിന് 1 എന്ന് എടുക്കാം, ടിക്ക് -2 എടുക്കാം. എ അകത്തോട്ട് വരുമ്പോൾ എന്ത് വരും? എം റൈസ് ടു എ എൽ റൈസ് ടു -a ടി റൈസ് ടു -a ഇൻറ്റു എൽ റൈസ് ടു ബി ഇൻറ്റു എൽ റൈസ് ടു സി ടി റൈസ് ടു -c എന്ന് വരും. ആണല്ലോ. അതിനെ വീണ്ടും നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എം റൈസ് ടു 1 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ കൂടെ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എം റൈസ് ടു എ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിയെടുക്കാം. ഓക്കെ, എം റൈസ് ടു എ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിയെടുക്കാം. എല്ലിൻ്റെ കൂടെ ആരൊക്കെ വരുന്നുണ്ട്? ഒരു -a വരുന്നുണ്ട് അല്ലേ? അപ്പോൾ -a ഉണ്ട്. ഇത് ഇവിടെ ഒരു +b ഉണ്ട്, പിന്നെ ഇവിടെ ഒരു +c ഉണ്ട് അല്ലേ? എല്ലിൻ്റെ പവറായിട്ട്. അടുത്ത ടിയുടെ കൂടെ ആരൊക്കെ വരുന്നുണ്ട്? ഇവിടെ ഒരു -a വരുന്നുണ്ട്, ഇവിടെ ഒരു -c വരുന്നുണ്ട്. നമുക്ക് എന്തെടുക്കാം? -a -c. ഇനി ഈ പറയുന്ന ഓരോന്നും ഡയമെൻഷനലി ഈക്വൽ ആവണം അല്ലെ? എമ്മിൻ്റെ പവറുമായിട്ട് എല്ലിൻ്റെ പവറുമായിട്ട് ടിയുടെ പവറുമായിട്ട് ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എ ഇസ് ഈക്വൽ ടു 1, കാരണം M1 L1. എല്ലിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് നോക്കി, രണ്ടാമത്തെ കേസിൽ എന്താ വരുന്നത്? -a + b + c ഇസ് ഈക്വൽ ടു 1. അതിൽ എയുടെ വാല്യൂ 1 അല്ലേ? അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. -1 + b + c ഇസ് ഈക്വൽ ടു 1. അതായത് b + c ഇസ് ഈക്വൽ ടു എന്ത് വരും? b + c. നമുക്കിവിടെ c ഇവിടെ കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്കിവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഈ മോളിൽ വെച്ച് നിർത്താം.
മൂന്നാമത്തെ ഒന്ന് എഴുതി നോക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കിട്ടി, രണ്ടാമത്തെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയേക്കാണ്. മൂന്നാമത്തത് എന്താണ്? ടിയുടെ കേസ് അല്ലേ. എന്താ പറയുന്നത്? മൈനസ് എ മൈനസ് സി ഈസ് ഈക്വൽ ടു -2. അത് നമുക്ക് എയുടെ വാല്യൂ അറിയാം. അപ്പോൾ -1 മൈനസ് സി ഈസ് ഈക്വൽ ടു -2. അതിൽ നിന്ന് മൈനസ് സി എന്ന് വെച്ചാൽ എന്തായിരിക്കും? -2 + 1. അതായത് മൈനസ് സി എന്ന് വെച്ചാൽ എന്തായിരിക്കും? -1 ആയിരിക്കും. അതിൻ്റെ അർത്ഥം സിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഈ സിയുടെ വാല്യൂ 1 എടുത്ത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? രണ്ടാമത് നമുക്ക് കിട്ടാതിരുന്ന അല്ലെ ഇവിടെ വെച്ച് നമുക്ക് മിസ്സിങ് വന്ന ബാക്കി ടേം കിട്ടി, സി കിട്ടി. സിയും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. നമുക്ക് എന്ത് കിട്ടും? -1 + b + 1 is equal to 1. അപ്പോൾ -1 + 1 വെട്ടിപ്പോകും. നമുക്ക് എന്ത് കിട്ടും? b is equal to 1 അത് കിട്ടും. അപ്പോൾ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. എ കിട്ടി, ബി കിട്ടി, സി കിട്ടിയെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? എയും ബിയും സിയും കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ എ അല്ലേ. അപ്പോൾ 1 ആറിൻ്റെ കൂടെ 1, ബിയുടെ കൂടെ 1. സോ എഫ് ഈസ് ഈക്വൽ ടു കെ എൻ ആർ ബി. ഇതാണെന്ത്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഇടുകയാണ്. നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് 1-2 ചോദ്യങ്ങളൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ആൻസറും അതുപോലെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ പ്രധാന യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്നതാണ് ലിമിറ്റേഷൻ. ഓക്കെ, എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? ഡയമെൻഷൻ ലെസ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, നമ്പേഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്രഷൻസ് ഒന്നും നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. 3-ലധികം ക്വാണ്ടിറ്റീസ് വരുന്ന കേസ്, നമുക്ക് MLT നമ്മൾ 3 എടുത്തു, 3-ലധികം ക്വാണ്ടിറ്റീസ് വന്നാലും അത് വെച്ച് ഡയമെൻഷൻ അനാലിസിസ് ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസിലോട്ട് പോകേണ്ടി വരും, എററിൻ്റെ ചാൻസും കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ നമ്മൾ കെ എന്ന് പറയുന്ന പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നില്ലേ, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനും നമുക്ക് ഈ പറഞ്ഞ മെത്തേഡ് കൊണ്ട് പറ്റത്തില്ല. സോ ഡയമെൻഷൻ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 ലിമിറ്റേഷൻ പറയും. ഒന്ന്, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിന് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റും. നമ്മളതിനൊക്കെ ഒഴിവാക്കി 2π നമ്മൾ ഒഴിവാക്കി വിടുക ചെയ്തു. അപ്പം അങ്ങനെ വരുന്ന ക്വാണ്ടിറ്റീസിൻ്റെ എക്സ്പ്രഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. പിന്നെ 3-ലധികം വന്നാലും ബുദ്ധിമുട്ടാണ്. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ 1-2 ചെറിയ ചോദ്യങ്ങൾ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യത അവിടെ ചോദിച്ചേക്കാണ്. ഓക്കെ, ഡു ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് ഡയമെൻഷൻ? ഇല്ല, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഇല്ല. ഉത്തരം നോ ആണ്. എങ്കിൽ ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞേക്കുന്നത്. ആംഗിൾ, സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി, ഇതിനൊന്നും എന്തില്ല? ഡയമെൻഷൻസ് ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ് ഇവയൊക്കെ. ഇനി ക്യാൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ ഹാവ് ഡയമെൻഷൻ ബട്ട് സ്റ്റിൽ ഹാസ് നോ യൂണിറ്റ്? ഇല്ലേ, അതായത് ഡയമെൻഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ഇല്ലായിരിക്കുമോ? മണ്ടത്തരം ചോദ്യമാണ്. ഇല്ല അല്ലേ, കാരണം ഡയമെൻഷൻ ഇല്ലാതെയും ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഉള്ള എല്ലാത്തിനും ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമെൻഷൻ ഉള്ള എല്ലാത്തിനും യൂണിറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സോ ഇത് തെറ്റാണ്. ക്യാൻ എ ക്വാണ്ടിറ്റി ഹാവ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ഇൻ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? ഇല്ല, ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ഡയമെൻഷൻ തന്നെയാണ് ഇനി ഏതെടുത്താലും, കാരണം അവിടെ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. അടുത്ത, ക്യാൻ എ ക്വാണ്ടിറ്റി ഹാവ് യൂണിറ്റ്സ് ബട്ട് സ്റ്റിൽ ബി ഡയമെൻഷൻലെസ്? അല്ലേ, അത് ശരിയാണ്. കാരണം ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾ, സ്ട്രെയിന്, ഇതിനൊക്കെ എന്താണ്? യൂണിറ്റ് ഉണ്ട്. ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ. അപ്പോൾ ഇതിനെന്താണ്? ഡയമെൻഷൻ ഇല്ല, പക്ഷേ യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റിയാണ്. അടുത്ത, ഗീവ് എൻ എക്സാമ്പിൾ ഓഫ് യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. യൂണിറ്റ്ലെസ്സും ഡയമെൻഷനും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? സ്ട്രെയിനാണ്. ഓക്കെ, സ്ട്രെയിനും സ്ട്രെസ്സിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഈ വർഷം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിനകത്ത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. സോ ആ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അവിടെ നോക്കാം. തൽക്കാലം ഇതൊന്ന് നോക്കി വെച്ചാൽ മതി. ഇനി ഒരേ ഡയമെൻഷൻ വരുന്ന കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഡയമെൻഷൻ എല്ലാം തന്നെയാണ്. സ്പീഡും വെലോസിറ്റിയും ഫ്രീക്വൻസിയും ആംഗുലാർ വെലോസിറ്റിയും എല്ലാം എന്താണ്? ടൈമിൻ്റെ തന്നെയാണ്. മൊമെൻറ്റോ ഇമ്പൾസും വർക്കും അതുപോലെ ടോർക്കും പ്രഷറും അതുപോലെ സ്ട്രെസ്സും ഇതിൻ്റെയൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? അല്ലെങ്കിൽ ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. സോ ഇതാണ് ഡയമെൻഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.